കടക്കൽ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഉടൻ ഡോക്ടറെ നിയമിക്കുമെന്ന് ആരോഗ്യമന്ത്രി വി.എസ്. ശിവകുമാർ. ഗവൺമെന്റിനും ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ ഒരുക്കുന്നതാണ് എന്ന് ഞാൻ ഇവിടെ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ആരോഗ്യപരിപാലന രംഗത്ത് കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റവും മുന്തിയ പരിഗണനയാണ് കൊടുക്കുന്നത്. ഹെൽത്ത് കെയർ രംഗത്ത് അതിന് സംശയമൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പോലെ തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതികൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ, ഈ വർഷത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ 325% വർധനയാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ വർഷം 480 കോടിയോളം രൂപയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതെങ്കിൽ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ച പേവാർഡ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആശുപത്രിയുടെ പുരോഗതിക്ക് വലിയ പരിഗണനയാണ് ഈ സർക്കാർ നൽകുന്നത്. 108 ആംബുലൻസ് സംവിധാനം 6 മാസത്തിനകം എല്ലാ ജില്ലയിലും വ്യാപിപ്പിക്കും. 7 പുതിയ മെഡിക്കൽ കോളേജുകൾ കൂടി ആരംഭിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളതായും ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളുമായാണ് UDF സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുല്ലക്കര രത്നാകരൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശിശുക്കളുടെ വാർഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ നിർവഹിച്ചു. കടക്കൽ ഹോസ്പിറ്റൽ അങ്കണത്തിൽ ചേർന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B. ശിവദാസൻ പിള്ള, മുൻ MLA പ്രയാർ ഗോപാലകൃഷ്ണൻ, S. ആനന്ദകുസുമം, അഡ്വക്കേറ്റ് R. ഗോപാലകൃഷ്ണപിള്ള, മായ പ്രതാപൻ, M.K. നിർമ്മല, ലതിക വിദ്യാധരൻ, M.A. സത്താർ എന്നിവർ സംസാരിച്ചു. മുൻ MLA പ്രയാർ ഗോപാലകൃഷ്ണന്റെയും മുല്ലക്കര രത്നാകരൻ MLAയുടെയും ഫണ്ടിൽ നിന്ന് അനുവദിച്ച പണം ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം.